സുഹൃത്തുക്കളെ, നമുക്കൊരു കഥ പറയാം. ഒരു സമുദ്രത്തിൻ്റെ മുകൾ ഭാഗത്തിലൂടെ ഒരു സംഘം ദേശാടന പക്ഷികൾ പറന്നു പോകുകയാണ്. അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്കെത്താൻ ഇനിയും ഒരുപാട് മൈലുകൾ താണ്ടേണ്ടി വരും. യാത്രക്കിടയിൽ ഒരു ദ്വീപ് മാത്രമാണുള്ളത്. അവിടെ എത്തിയതിന് ശേഷം വേണം അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ കണ്ടെത്താനും അല്പസമയം വിശ്രമിക്കാനും. അതിനുശേഷം വീണ്ടും മുന്നോട്ട് പോകണം. ഈ യാത്രക്കിടയിൽ ഒരു പക്ഷിയുടെ ചിറകുകൾ തളരുന്നത് പോലെ അനുഭവപ്പെട്ടു. ആ പക്ഷിയുടെ വേഗത കുറഞ്ഞു. എന്നാൽ മുന്നോട്ടേക്കുള്ള ലക്ഷ്യത്തിൽ കുതിച്ച് പറക്കുന്ന മറ്റു പക്ഷികൾ ഈ പക്ഷി പിന്നോട്ട് പോയത് അറിഞ്ഞില്ല. യാദൃശ്ചികമായി ഈ പക്ഷിയുടെ ചിറകുകൾ പൂർണ്ണമായിട്ടും തളർന്നു, കടലിലേക്ക് വീണു. ആ കടലാവട്ടെ തണുത്ത സമുദ്രമാണ്. മാത്രമല്ല, മറ്റു ജീവികളെ വേട്ടയാടി പിടിക്കുന്ന ഇരപിടിയന്മാരായിട്ടുള്ള വലിയ വലിയ ഭീമാകരമായിട്ടുള്ള മത്സ്യങ്ങളുടെ വാസസ്ഥലവും. ഈ പക്ഷി തൻ്റെ മരണം ഉറപ്പിച്ചു. ആ സമയത്താണ് പെട്ടെന്ന് കടലിൻ്റെ അടിയിൽ നിന്നും എന്തോ ഒന്ന് തന്നെയും വഹിച്ചുകൊണ്ട് സമുദ്രത്തിൻ്റെ ഉപരിതലത്തിലേക്ക് കൊണ്ടുവന്നത്. നോക്കുമ്പോൾ ഭീമാകരമാക്കപ്പെട്ട ഒരു തെമ്മീങ്കലമാണ്. ആ തെമ്മീങ്കലം തെക്കുഭാഗത്തേക്കാണ് കൊണ്ടുപോകുന്നത്. ആ ദ്വീപാണ് ലക്ഷ്യം. ദ്വീപിൻ്റെ സമീപത്തേക്കെത്തി ആ പക്ഷിയെ തെമ്മീങ്കലം ദ്വീപിൻ്റെ കരയിലേക്ക് അടുപ്പിച്ചു. ടാറ്റ പറഞ്ഞ് ആഴങ്ങളിലേക്ക് ഊളിയിട്ട് പോയി. ദ്വീപിലെത്തിയ പക്ഷിക്ക് സന്തോഷമായി. തൻ്റെ കൂട്ടുകാരും ഇതുവരെ എത്തിയിട്ടില്ല. ഭക്ഷണം കഴിച്ച് മരത്തിൻ്റെ കൊമ്പിലിരുന്ന് തൻ്റെ കൂട്ടുകാരെ കാത്തു നിന്നു. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്നും 3 കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താം. 1, തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന സമയത്തും പ്രതീക്ഷയുടെ ഒരു തൂവൽ സ്പർശം നമ്മെ തേടിയെത്തും. 2, നമ്മുടെ വിജയത്തിന് മറ്റുള്ളവർ നമ്മെ സഹായിക്കും. 3, നമ്മുടെ സഹായം മറ്റുള്ളവർക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ തിരിച്ചു കൊടുക്കണം. ഇനി അടുത്ത കഥയുമായിട്ട് അടുത്ത ഒരു എപ്പിസോഡിൽ